ഒരു മതം നമ്മുടെ എല്ലാം ആകെ തെറി വിളിക്കും നമ്മളെ. തെറിയാണോ സ്നേഹമാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോ ഞങ്ങളെ ഡീപ് സ്ലീപ്പിലായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടുള്ള റൂമിന്റെ അകത്തൊരു പെണ്ണ് വന്ന് നിൽക്കുന്നു. അറിഞ്ഞം മുറിഞ്ഞ് നമ്മൾ തെറി വിളിക്കുന്നു. എന്താ ചേച്ചിനെ വിളിക്കാൻ തോന്നി. ഒരു 5 മിനിറ്റ് അവിടെ ക്യാപ്റ്റൻ വന്നു. നല്ല സൗമനസ്, വളരെ നല്ല മനുഷ്യൻ. എന്ത് പറ്റി, ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു 20 മിനിറ്റ് മുമ്പ് ഈ ഷിപ്പ് ഡോക്ക് ചെയ്തു, നിങ്ങൾ മാത്രമേ ഇറങ്ങാനുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തില്ല അതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മളെ മറ്റേ പെട്ടെടുത്ത് അടുത്ത ബസ്സിന് 1 മണിക്ക് വരുന്നത്. ആ ബസ്സിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് നമ്മളെ ലാറ്റ്വിയിലേക്ക് എത്തിക്കും. അപ്പൊ എസ്റ്റോണിൽ നമ്മൾ അധികം തന്നെ സ്പെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ ബേസിക്കലി ഷിപ്പിന്റെ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എസ്റ്റോണിക്ക് വന്നിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ബസ് ഇവിടെ തന്നെയാണോ വരുന്നത് നമുക്ക് സംശയം. അപ്പൊ നമ്മൾ പുറത്തൊക്കെ അന്വേഷിച്ചു, ഒരു മനുഷ്യൻ പോലും ചോദിക്കാനില്ല. രാത്രി 12 മണിയാണ്. എനിക്കാണ് ഈ യൂറോപ്പിലൊക്കെ ഉൾഗ്രാമങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് മിക്കവാറും ഒരു 6 മണി 7 മണി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വീട്ടിലാണ്. വലിയ സിറ്റീസിൽ മാത്രമേ ഈ നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ളൂ. സീ പോർട്ട് സെക്യൂരിറ്റി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അയാൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, നിങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോന്നൊക്കെ പറഞ്ഞു. അയാൾ ഭയങ്കര നമ്മളായിട്ട് ഹാരാസ് ചെയ്യുന്ന പോലെയായിരുന്നു. പിന്നെ ആൾ കുറച്ചിട്ട് 1 മണിക്ക് ഈ സീ പോർട്ട് അടയ്ക്കും. അപ്പൊ ഇതിനുള്ളിൽ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണം. അപ്പൊ ആൾക്ക് നല്ല ഇംഗ്ലീഷ് അറിയാം. കുറച്ച് നാളെ പരത്തുണ്ടായിരുന്നു, ഷട്ടർ അടച്ചു. ഇത് കടൽ തീരാണ്. ഈ പറഞ്ഞ പോലെ -1 -2 എന്നുള്ള ടെമ്പറേച്ചർ നിൽക്കുകയാണ്. കടലിന്റെ നല്ല കടൽക്കാറ്റുണ്ട്. ഒന്നും അറിയില്ല നമുക്ക്. സ്ട്രേറ്റ് വരുന്നതാണ്. കറക്റ്റ് 1 മണിയായി ബസ് വന്നു. അയാള് ഈ ബസ് വന്നിരിക്കുന്നു. അതുപോലെ സ്ഥലത്ത് വലിച്ചിട്ട് അയാൾ എന്തിരിക്കുന്നു. അപ്പൊ ഈ യൂറോപ്പിലെ എല്ലാവരും ഹെൽപ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെ ലോകം ഉണ്ടാവുള്ളൂ.